ഹലോ. അതെ, ഞാനിന്ന് വന്നിരിക്കുന്നത് വേറെ ഒന്നല്ല. അതായത് നിങ്ങൾ ജീവിതത്തിൽ ചില കളിയാക്കലുകളൊക്കെ കേട്ടിട്ടുണ്ടോ? നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആളുകളിൽ നിന്നൊക്കെ കളിയാക്കലുകൾ എന്ന് പറയണത് ഒരു സ്നേഹക്കൂടുതൽ വരുമ്പോൾ ഉള്ളൊരു സംഭവവും അതുപോലെ തന്നെ പരിഹസിക്കലും തമ്മിൽ വ്യത്യാസമുണ്ട് ഇല്ലേ? നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? അപ്പോൾ നമ്മൾ ആരെയും പരിഹസിക്കരുത്. ഒരു ചില കളിയാക്കലുകളൊക്കെ നമ്മൾ ആസ്വദിക്കാറുണ്ട്. നിങ്ങൾ ആസ്വദിക്കാറുണ്ടോ? ഒരു കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെയുള്ളത്. ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ ഈ ലൈഫ് കോച്ചായിട്ട് ഈ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ചില ഫ്രണ്ട്സിൻ്റെ അടുത്ത് ആയാലും ചില വീടുകളിൽ ചെല്ലുമ്പോഴായാലും ചോദിക്കും, സൊഫി ഇക്കണക്കിന് കേരളം മൊത്തം നന്നാവുന്ന തോന്നണേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ രീതിയിലുള്ളൊരു വളരെ രസകരമായിട്ടുള്ളത്. അത് മാത്രമല്ല, പലതരം കമൻറ്റുകൾ ഒരു ചെറിയ കളിയാക്കൽ പോലെ, അതൊരിക്കലും കുറ്റപ്പെടുത്തുകയോ നിന്ദിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്നതല്ല കേട്ടോ. അത് ഞാൻ ശരിക്കും ആസ്വദിക്കുന്ന തരത്തിലുള്ളൊരു കമൻറ്റുകളൊക്കെയാണ്. വളരെ നല്ല രീതിയിലുള്ളത് തന്നെയാണ്. അതുകൂടാതെ ചില ഒരു 10,000-2000 പുറം വളരെ കുറഞ്ഞ വീഡിയോസ് ആണെങ്കിൽ പോലും അത്യാവശ്യം വാട്സപ്പിലായാലും കമൻറ്റിലായാലും ടോട്ടൽ നോക്കുമ്പോൾ 2000 പുറത്തുള്ള കമൻറ്റ് വന്നിട്ടുണ്ട്. അതിലാകെ 2 എണ്ണം മാത്രമാണ് എന്തു വന്നിരിക്കുന്നത്, ഒരു ഇത്തിരി പെൺകുട്ടികൾ ജോലിക്ക് പോകുന്നതിൻ്റെ ഒരു ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ. സത്യത്തിൽ ആ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. ഒരു പെൺകുട്ടികൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവർ വഴിതെറ്റിപ്പോകുന്നതാണ് അവരുടെ അഭിപ്രായം. വഴിതെറ്റി പോവാനായിട്ട് ഒരിക്കലും ഒരു ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അത് മതിൽക്കെട്ടിനുള്ളിലായാലും വീടിനകത്തിരുന്നാലും ഏതുതരം വസ്ത്രം ധരിച്ച് പുറത്തേക്ക് പോണവരായാൽ പോലും വഴിതെറ്റിപ്പോകാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ അല്ല പെണ്ണുങ്ങൾ അവർ വഴിതെറ്റിപ്പോവുക തന്നെ ചെയ്യും. അല്ലാത്തവരിനി ജോലിക്ക് പോയാലും എന്ത് തന്നെയായാലും അവരൊരു തെറ്റാനും പോകുന്നില്ല, ഒരു വഴിയും തെറ്റാൻ പോകുന്നില്ല. അതപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ജോലിയല്ല അവരെ വഴിതെറ്റിക്കുന്നത്, അവരുടെ സ്വഭാവ വൈകല്യങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള മോശം കമൻറ്റുകളൊക്കെ നിങ്ങൾ ഒന്ന് ആലോചിച്ചതിന് ശേഷം ഇടാം. ഉണ്ടായിരിക്കാം, വഴിതെറ്റിപ്പോയിട്ടുണ്ടായിരിക്കാം. അതൊരിക്കലും അവരുടെ ജോലിയുടെ ഭാഗമായിട്ടല്ല. അങ്ങനെയുള്ളവർ വീടിനകത്തിരുന്നാലും അവർക്ക് തെറ്റാനുള്ളത് അവർ തെറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഓക്കെ, ഇത് വളരെ സാധാരണക്കാരായിട്ടുള്ള പെൺകുട്ടികൾ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി, ഒന്നും വേണ്ട, ഈ ഹസ്ബൻഡിൻ്റെ മരണത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാനാവാതെ ഒരുപാട് പെൺകുട്ടികൾ വിഷമിക്കുന്നത് കണ്ടിട്ടുണ്ട്. ചെറുപ്പക്കാരായിരിക്കാം, പക്ഷെ പെട്ടെന്ന് അവർക്കൊരു ജോലിക്ക് പോകാനോ അതിനുശേഷം ജീവിതം പല പെൺകുട്ടികളുടെ പ്രതിസന്ധിയിലായിട്ടുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പെൺകുട്ടികൾ ജോലിക്ക് പോകുമെന്ന് പറഞ്ഞേക്കുന്നത്. ഞാൻ അപ്പോഴും പറയുന്നുണ്ട്, ഒരുപാട് കാശുള്ളവരും ഭർത്താക്കന്മാർ എല്ലാ സൗഭാഗ്യവും തരുന്നവരും അതുപോലെ തന്നെ ഞങ്ങൾക്കിതാണ് ഇഷ്ടം എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട്. ഞങ്ങൾക്കിഷ്ടം ഹൗസ് വൈഫാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് നോക്കി ഞങ്ങളുടെ മക്കളുടെ ഓരോ ചലനങ്ങളും കണ്ടിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളവരെ നിർബന്ധിച്ച് ഇങ്ങനെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ ഞെരുങ്ങിയും പിരിങ്ങിയും ജീവിച്ച് എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. അവർക്ക് പെട്ടെന്ന് തന്നെ ഒരു ജോലി എന്ന് പറഞ്ഞ് ഇറങ്ങാനും പറ്റില്ല. ഒന്ന് തന്നെ അവർക്ക് ജീവിതത്തിൽ അവരുടെ മക്കളുടെ പല കാര്യങ്ങളും ഒന്നിനും പറ്റാതിരിക്കുന്ന പെൺകുട്ടികളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു സുപ്രഭാതത്തിൽ അവർക്ക് എടുത്ത് ചാടാൻ പറ്റുമോ? പതിയെ പതിയെ അവർ പല ഇതും അതിന് മുന്നിൽ കാണാനുണ്ട്. അപ്പോൾ ഒരു ശ്രമം നടത്തിയാൽ മാത്രമാണ് പെൺകുട്ടികൾക്ക് ജോലിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതെങ്കിലും പെൺകുട്ടികളൊക്കെ ആ കംഫർട്ട് സോണിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനൊന്ന് മറികടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നത്. അതായത് നമുക്കൊരു പ്രതിസന്ധി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭയക്കാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മളുടെ മക്കൾ മറ്റുള്ളവരെ ആശ്രയിച്ച് മറ്റുള്ളവരെ കൊണ്ടുവരുന്നതും നോക്കി നിൽക്കേണ്ട ഒരു ഗതികേട് എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത ഗതികേടാണ്. പിന്നെ ആർക്കും ഇല്ലായ്മ എന്ന് പറയുന്നതും മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിക്കുക എന്ന് പറയാൻ അത് ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. പക്ഷേ നിവൃത്തി കുറവുകൊണ്ട് കൈ നീട്ടി വാങ്ങിക്കുന്ന ഒരവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ. നമുക്ക് കുറവാണെങ്കിലും
അതുകൊണ്ട് ജീവിക്കുന്നതിന് ഒരു അന്തസ്സൊക്കെ ഉണ്ട്, ഒരു അഭിമാനമുണ്ട് ഇല്ലേ? മറ്റുള്ളവരിൽ നിന്ന് വാങ്ങി ജീവിക്കുന്നതിനേക്കാൾ അന്തസ്സും അഭിമാനം കുറഞ്ഞ വേതനത്തിലുള്ള ഇതുകൊണ്ട് നമുക്ക് ജീവിച്ച് പോകുന്നത് കൊണ്ട് വലിയൊരു ആത്മാഭിമാനമാണ് അതൊക്കെ അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കമൻറ്റുകൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില പെൺകുട്ടികൾക്ക് അങ്ങനെ ഒരു ഭയം ഉണ്ടാവും. അപ്പം നിങ്ങൾ അത് ആലോചിക്കുക പറയുന്നതിന് മുമ്പ്. അങ്ങനെയുള്ളവർ വഴി തെറ്റിപ്പോകേണ്ടവരായവർ എന്തായാലും അങ്ങനെ പോയിരിക്കും. ഇപ്പം ഞാൻ തന്നെ ഇപ്പം ഈ ഒരു ഇതിൽ കയറിയിട്ടുണ്ട്, എന്താ പറയുക, ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്, എൻ്റെ വാട്സപ്പ് നമ്പർ ഇട്ടിട്ടുണ്ട്. ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്. ഒരു മെസ്സേജ് പോലും അനാവശ്യമായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. എങ്കിലും ഇപ്പോൾ നമുക്കൊരു ഗ്രൂപ്പിൽ ഈ ആണുങ്ങളായാലും അവരുടെ കാര്യങ്ങൾ പറയേണ്ട, അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അത് പേഴ്സണലായിട്ട് വന്നിട്ട് ആ ഗ്രൂപ്പിൽ പറയാതെ പേഴ്സണലായിട്ട് നമ്മൾ വന്നിട്ട് നമ്മളുടെ വീഡിയോസിലൊന്ന് പുകഴ്ത്തി പറയുക, അതല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് പുകഴ്ത്തി പറയുക ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് മനസ്സിലാക്കാനുള്ളൊരു കോമൺ സെൻസൊക്കെ ഇല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞിട്ടുള്ള കാര്യത്തിനൊന്നും പോട്ട കാര്യമില്ല അല്ലേ? നമ്മളൊന്ന് സ്വയം ഒന്ന് പുകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റണം അത് എങ്ങോട്ടാണ് പോകണമെന്നുള്ളത്. പക്ഷെ സത്യത്തിൽ അങ്ങനെ ആരും അതിന് മുതിർന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം നമ്മളുടെ വീഡിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ പോകുന്നവരാണ്. അപ്പം അങ്ങനെ ഓരോ പെൺകുട്ടികളെയും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെത്തരത്തിൽ പോകുന്നുള്ളത് പ്രശ്നമില്ലാത്തവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വഴിക്കൊക്കെ നീങ്ങാൻ പറ്റും. അപ്പോൾ പെൺകുട്ടികളാരും ആ കമൻ്റൊന്നും കണ്ട് ഭയക്കണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് ജോലിക്ക് പോയിക്കോ. നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ആ ജോലിക്ക് പോയോണ്ടൊന്നും ആരും വഴിതെറ്റാൻ പോണില്ല. നമുക്കൊരാളുടെ മോശം പ്രവൃത്തി കണ്ടു കഴിഞ്ഞിട്ടുണ്ട്, അത് മോശമാണെന്നും അവരോട് നോ പറയാനും അതുപോലെ തന്നെ അതിൽ നിന്നും മാറി നിൽക്കാനൊക്കെ നമുക്ക് വീട്ടിൽ ആരുമില്ലാത്തവരൊന്നല്ലല്ലോ ഈ പോകുന്നത്. നമ്മൾ ഈ പെൺകുട്ടികൾ എന്ന് പറയുന്നത് ഒരു പട്ടം പോലെ ആയിരിക്കും. ഹസ്ബൻഡും വീട്ടുകാരും കുടുംബക്കാരൊക്കെ ഉള്ളവർ അവർക്ക് അതിനുള്ളൊരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ എങ്കിൽ ഒരു ചരട് അവരുടെ വീട്ടിലെ രക്ഷിതാക്കളുടെ കയ്യിലോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ ആരെങ്കിലുടെയൊക്കെ ഒരു കയ്യിലുണ്ടെങ്കിൽ അവർക്ക് ആവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിച്ചിങ്ങനെ അതേ സ്ഥാനത്ത് നിർത്താനുള്ള ആളുകൾ ഉണ്ടായിരിക്കും ഇല്ലേ? ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങളൊരു പട്ടം പോലെ പാറിയൊക്കെ നടന്നോ. നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ ചുറ്റും ആരെങ്കിലുമൊക്കെ നിങ്ങളെ പേടിക്കാണ്ട് തന്നെ. ഓക്കെ? പക്ഷേ സമൂഹത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അതൊക്കെ. പക്ഷേ അതും വിചാരിച്ച് ഒരാൾക്കും പുറത്ത് നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ ലോകം ഉണ്ടായിരിക്കുമോ? എന്തെങ്കിലും ഒരു പുതുമ ഉണ്ടായിരിക്കുമോ ഇവിടെ? എന്തെങ്കിലും വികസനം ഉണ്ടായിരിക്കുമോ? അതും പേടിച്ച് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പേടിയും എല്ലാവർക്കും ഉണ്ട്. പേടിച്ചിട്ട് നമ്മളുടെ മക്കളെ, പെൺകുട്ടികളെ വിദ്യാഭ്യാസത്തിന്, അതായത് ഉയർന്ന വിദ്യാഭ്യാസത്തിന് പുറത്തേക്ക് അയക്കാതിരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഒരു പേടിയുണ്ടെന്നുള്ളതൊക്കെ ശരിയാണ്. എങ്കിലും ആ കമൻ്റ് ഒന്നും കണ്ട് നിങ്ങൾ ഭയക്കണ്ട. ഓക്കെ. ഇനി അടുത്തത് കളിയാക്കൽ എന്ന് പറഞ്ഞത്. കളിയാക്കലുകൾ നമ്മളുടെ ഫ്രണ്ട്സുകളൊക്കെ, നമ്മളുടെ കൂട്ടുകാരികൾ ഒരു കൂട്ടം കൂടി നിൽക്കുമ്പോൾ നമ്മളെ കളിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം തോന്നാറുണ്ടോ? അതാണ് തുടക്കം ഞാൻ പറഞ്ഞിരുന്നതിൽ. അതിനിടയ്ക്ക് പിന്നെ ആ കമൻറ്റും കൂടെ കയറി വന്ന്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചില കളിയാക്കലുകളൊക്കെ നമ്മൾ ആസ്വദിക്കാറുണ്ട് ഇല്ലേ? പക്ഷേ നമ്മളുടെ അസാന്നിധ്യത്തിൽ അവർ നമ്മളെ കളിയാക്കുകയോ പരിഹസിക്കുകയോ ചെയ്താൽ നമുക്ക് വിഷമാവും. ഇപ്പോൾ പണ്ട് നടന്നൊരു രസകരമായൊരു സംഭവം ഞാൻ പറയാട്ടോ. ഒരു പ്രധാനപ്പെട്ടൊരു ഫങ്ഷനാണ്. അപ്പം അവരാണ് നമുക്ക് അന്ന് അണിയാനുള്ള വസ്ത്രങ്ങളൊക്കെ വാങ്ങി തന്നിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ അത്യാവശ്യം ഒരു പവറും ഗമൊക്കെ ഉള്ളൊരു പ്രായമാണ്. ഇത്തിരി ഡ്രസ്സിങ്ങൊക്കെ നോക്കി നമ്മൾ ഇത്തിരി ശ്രദ്ധിക്കപ്പെടുന്നൊക്കെ തോന്നണം എന്നൊക്കെ രീതിയിലുള്ള നടക്കുന്നൊരു പ്രായത്ത് ഒരു കൂട്ടുകാരി, ഞാനിങ്ങനെ ഒരുങ്ങി ഇറങ്ങുമ്പോൾ നമുക്ക് മുഖമൊന്നും തെളിയുന്നില്ല, കാരണം വലിയ ഭംഗിയൊന്നുമില്ല ഡ്രസ്സൊന്നും കാണാനായിട്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരി ഏറ്റവും അടുത്തൊരു കൂട്ടുകാരി, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഈ കളിയാക്കൽ എന്ന് പറയുമ്പോൾ ആ ഒരു കാര്യം ഓർമ്മ വരും. എൻ്റെ ഒരു കൂട്ടുകാരി വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ, ഒരു കൂട്ടം കൂട്ടുകാരികളുണ്ട്, അതിനിടയിൽ ഒരാൾ നിന്നിട്ട് പറയണേ, നന്നായുള്ളൂ പൗറത്തി, ഈ പൗറന്മാർക്കൊക്കെ ലാസ്റ്റ് ഇങ്ങനെ വരുള്ളൂ എന്ന് പറഞ്ഞു. സത്യം ഞാനിങ്ങനെ മുഖമൊക്കെ കയറ്റിപ്പിടിച്ചിരിക്കണം. എനിക്ക്
ആ ഒരു പറഞ്ഞ വാക്ക് കേട്ടപ്പോൾ സത്യത്തിൽ ഞാൻ ചിരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കുട്ടി നേരെ മറിച്ച് എൻ്റെ അസാന്നിധ്യത്തിൽ മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു വിഷമാവില്ലേ? ഇല്ലേ? കണ്ടില്ലേ, അവൾക്ക് ഇത്തിരി പവർ കൂടുതലാണ്, അവൾക്ക് ഇത്തിരി ഗമ കൂടുതലാണ്, അപ്പോൾ അതിനനുസരിച്ച് തന്നെ ഒരു ഡ്രസ്സ് കിട്ടിയേക്കണ കണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വിഷമാവും. നേരെ മറിച്ച് എൻ്റെ മുന്നിൽ വെച്ച് തന്നെ എന്നെ കളിയാക്കിയപ്പോൾ ആ സംഭവം ഞാനിത്തിരി വിഷമിച്ചതും ഗൗരവത്തിലൊക്കെ ഇരുന്ന എനിക്ക് സത്യത്തിൽ ആ സമയം കുറച്ച് ഒരു എന്താ പറയുക, ഒരുപാട് സന്തോഷിക്കുന്ന ഒരു നിമിഷം പോലായി എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞൊന്നും വേറെ ഒന്നല്ല, ചില കളിയാക്കലുകളും നമ്മൾ ആസ്വദിക്കും, പക്ഷേ പരിഹസിക്കുന്നത് ആരും ആസ്വദിക്കില്ല. അപ്പം നമ്മൾ ആരെയും പരിഹസിക്കാതിരിക്കുക. കളിയാക്കൽ വേറെ, പരിഹാസം വേറെ. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണേ. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇന്ന് എന്തോ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച് വന്നത് വേറൊരു സൈസായെന്ന് തോന്നുന്നുണ്ട്. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബായ്.